എനിക്ക് എൻ്റെ ഒരു ജീവൻ ആ നിലനിർത്തുന്നത് സാറിൻ്റെ മുൻപ് ഞാൻ പറയാം, ആ അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ്. ശ്രീധരേട്ടൻ ശ്മശാനത്തിലേക്ക് എത്തി ദഹിപ്പിക്കാനായി ചിതയിലേക്ക് എടുത്തപ്പോൾ അവിടെയുള്ള ഒരാൾ ഇവരുടെ അവകാശി ആരാണെന്ന് ചോദിച്ചു. 2-3 പേര് ഉത്തരം പറഞ്ഞു, ആരുമില്ല, ആരും വന്നിട്ടില്ല എന്ന്. ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി നിന്നു. ജീവിതത്തിൽ ആദ്യമായി കയ്യിൽ ചിതയ്ക്ക് തീ കൊളുത്താനുള്ള തീയുമായി ഞാൻ മുന്നോട്ട് നടന്നു. മനസ്സിൽ ഒറ്റ വിചാരം മാത്രം, ആ മനുഷ്യനെ അനാഥനാക്കാൻ പാടില്ല. ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നെനിക്കറിയില്ല. മതം എന്തു പറയുന്നു എന്നൊന്നും ഞാൻ നോക്കിയില്ല. 6-7 വർഷമായി എന്നെ സ്നേഹിച്ച് കൂടെയുണ്ടായിരുന്ന ഒരു മനുഷ്യനെ അനാഥനായി പറഞ്ഞയക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ തന്നെ ശ്രീധരേട്ടന്റെ ചിതയ്ക്ക് തീ കൊളുത്തി. പ്രാർത്ഥനയോടെ ഡോക്ടർ ഷാഹുൽ ഹമീദ്. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി എയ്റോസിസ് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഷാഹുൽ ഹമീദ് ആണ്. സർ, അങ്ങ് ഒരു ശ്രീധരേട്ടന്റെ ചിതയ്ക്ക് തീ കൊടുത്തിയതിനെ കുറിച്ചുള്ള ഒരു അനുഭവം വായിച്ചിട്ടാണ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്. ശ്രീധരേട്ടന് ആദരാഞ്ജലികൾ. 2-3 ദിവസമായിട്ടേ ഉള്ളൂ അല്ലെ? എന്തായിരുന്നു ആ എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? എന്തുകൊണ്ടാണ് ചിതയ്ക്ക് തീ കൊടുത്താന്ന് തീരുമാനിച്ചത്? ശരിക്കും അത് ഒരു മൃതദേഹം ആരുമില്ലാതെ ഒരു അനാഥമായിട്ട് അതിന്റെ സംസ്കാര ചടങ്ങിന്റെ സമയത്ത് അവിടുന്ന് ഒരു ചോദ്യമുണ്ട്. ഇതിന്റെ അവകാശി ആരാണെന്ന് ശ്മശാനത്തിലെ അതിന്റെ ചാർജിലുള്ള ആൾ ചോദിക്കുമ്പോൾ ചിതക്ക് തീ കൊളുത്തുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞ ഒരേ ഉത്തരം ഇതായിരുന്നു, ആരും ഇല്ല, ആരും വന്നില്ല എന്നാണ്. എനിക്കത് അനുവദിക്കാൻ തോന്നിയില്ല. എന്റെ മനസ്സിലപ്പോൾ തോന്നിയത്, അദ്ദേഹത്തിന് ഞാൻ ഇത്ര 7 വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ സപ്പോർട്ടോടുകൂടി എന്നോട് സ്നേഹിച്ച് കൂടി ഉണ്ടായിരുന്ന ഒരാള് ആരും ഇല്ലാതെ അങ്ങനെ അനാഥമായിട്ട് പോകരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ സമയത്ത് അത് ചെയ്തത്. മുൻകൂട്ടി പ്ലാൻ ചെയ്തൊന്നും ആയിരുന്നില്ല, പെട്ടെന്നുള്ള ഒരു തോന്നലായിരുന്നു. ആ സാഹചര്യത്തിൽ ആ വാക്ക് വല്ലാതെ വേദനിച്ചു. ഈ അവകാശി ആര് എന്ന് ചോദിച്ച് ആ സമയത്ത് എല്ലാവരും ഇല്ലാന്നും പറഞ്ഞപ്പോഴേക്കേ എനിക്കത് വല്ലാത്തൊരു വേദനയായി. പ്രത്യേകിച്ചിട്ട് ഒരു 2-3 വർഷം മുമ്പേ അദ്ദേഹം ഒരു ബാങ്കിൽ ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസി ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ എന്നോട് വന്നിട്ട് പറഞ്ഞു, സാറേ എനിക്ക് ആധാർ കാർഡിന്റെ കോപ്പിയും ഡീറ്റെയിൽസും വേണം. ഞാൻ പറഞ്ഞു, എന്തിനാണ് ശ്രീധരേട്ടാന്ന് ചോദിച്ചപ്പോൾ ശ്രീധരേട്ടൻ പറഞ്ഞു, അല്ല അത് എനിക്ക് ബാങ്കിൽ കൊടുക്കാനാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് അതിന്റെ ഫണ്ട് ആർക്കാ ആവശ്യമുള്ളത്? അതല്ല, എനിക്കൊരാളുണ്ട് എന്ന് പറയാൻ അത് എനിക്ക് അതിന്റെ ആവശ്യമാണ്. അതായത് അദ്ദേഹത്തിന് ആവശ്യം എനിക്ക് ഒരാളുണ്ട് എന്ന് പറയലായിരുന്നു ഉദ്ദേശം. അപ്പൊ ഞാൻ വേഗം എടുത്തു കൊടുക്കാൻ. ആരായിരുന്നു ശ്രീധരേട്ടൻ എന്ന് പറയുന്ന ആള്? ശ്രീധരേട്ടൻ ആരൊക്കെയായിരുന്നു പ്രത്യേകിച്ച് പറഞ്ഞാൽ, ഞാൻ ഈ മുതിർന്ന ആൾക്കാർക്ക് എല്ലാ മുതിർന്ന ആൾക്കാരും കണ്ടുമുട്ടുന്നത് എങ്ങനെയാ? ശ്രീധരേട്ടൻ എത്ര വർഷമായിട്ട് പരിചയമുണ്ട്? 2017-ലോ 2018-ലോ ആണ് ഒരു വാർത്ത. ഇദ്ദേഹം ഒരു ഹാർമോണിയം റിപ്പയർ ചെയ്യുന്ന ആളായിരുന്നു. കലാമണ്ഡലത്തിൽ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ച ആളാണ്. പക്ഷെ ഒറ്റപ്പെട്ടു പോയി ഒറ്റ മുറിയിൽ ജീവിക്കുകയാണ്, ഭക്ഷണത്തിന് പോലും വകയില്ല എന്നുള്ള വാർത്ത കണ്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പയ്യന്നൂരേക്ക് പോയത്. അപ്പൊ പോയപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ വിഷമായിരുന്നു. അയാൾക്ക് കയ്യിലൊന്നുമില്ലായിരുന്നു, ഭക്ഷണത്തിന് പലപ്പോഴും ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയായിരുന്നു. അന്നേരമാണ് ഞാനത് ഒരു ഹോട്ടലിലേക്ക് പറഞ്ഞേൽപ്പിച്ച് അവിടെ ഇതൊക്കെ മാസത്തേക്ക് ഒരു ബുക്ക് വെക്കുകയാണ് ചെയ്തത്. ബുക്ക് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും 3 നേരവും ഭക്ഷണം പോയി കഴിക്കാം. ആ അക്കൗണ്ട് ഓരോ മാസം പോകുമ്പോൾ ഞാൻ അത് സെറ്റിൽ ചെയ്യാണ് പതിവ്. ഇവിടുത്തെ വരെ എപ്പോഴും കൊണ്ടുതരും, എല്ലാ മാസവും. ഇല്ലെങ്കിൽ ഇപ്പം ഒരു അക്കൗണ്ട് ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കും സാറിന്. അങ്ങനെയാണ് ആ പദ്ധതിയുടെ തുടക്കം. എന്നിട്ട് പിന്നീട് പലതവണ അദ്ദേഹത്തിന് ഈ പറഞ്ഞ മാതിരി അഗതി മന്ദിരത്തിലേക്ക് മാറാനൊക്കെ അദ്ദേഹത്തിന് താല്പര്യമായിരുന്നു. കാരണം ആ ബിൽഡിങ്ങിന്റെ ഉടമ അദ്ദേഹത്തിന് അവിടുന്ന് മാറ്റാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ റൂമിൽ ഒരു ചെറിയ മുറിയാണ്, ബാത്റൂമൊന്നും ഇല്ലാത്ത മുറിയാണ്. അപ്പം ഇദ്ദേഹം എവിടെയൊക്കെ പോയിട്ടൊക്കെയാണ് എപ്പോഴെങ്കിലും കുളിക്കൂ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് ആ അഗതി മന്ദിരത്തിലേക്ക് മാറാനുള്ള ആഗ്രഹമൊക്കെ പറയുമെങ്കിലും ഞാനത് എവിടെ തയ്യാറാക്കി കഴിഞ്ഞാൽ അദ്ദേഹം അത് ഒരാഴ്ച 1 മാസം കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കും. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നുള്ള പേടിയാണ് അദ്ദേഹത്തിന്. അതായത് ഈ ഒരു അഗതി മന്ദിരത്തിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇപ്പം ചെറിയൊരു 1000 രൂപയുടെ ഒരു മൊബൈൽ കയ്യിലുണ്ട്. ആ 1000 രൂപയുടെ മൊബൈലിൽ അയാൾ ഒരുപാട് ആളെ വിളിക്കും, പറയും, സംസാരിക്കുകയും നടന്ന് ടൗണിലൊക്കെ പോയി കടകളിലെല്ലാം കയറി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന പ്രകൃതമായിരുന്നു. അപ്പൊ അങ്ങനെ എത്ര വയസ്സുണ്ടായിരുന്നു? 75 വയസ്സുണ്ട്. 75 വയസ്സുണ്ട്. അന്ന് 75 ഇല്ല, ഇപ്പൊ മരണപ്പെട്ട സമയത്ത് 75 ഉണ്ട്. അന്നത്തെ സമയത്ത് ഒരു 68 അങ്ങനെ ഒന്നും ആയിരിക്കും വയസ്സ്.
അപ്പൊ അവസാന ദിവസങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഈ അവസാന ദിവസം പറഞ്ഞാൽ ഈ 3 മാസം മുമ്പേ അദ്ദേഹത്തിന് തീരെ വയ്യാതായി. അദ്ദേഹം താമസിക്കുന്നിടത്ത് തന്നെ തീരെ വയ്യാതായിട്ട് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് ഭക്ഷണം കഴിച്ചില്ല എന്നത്. ഞാൻ പറഞ്ഞു, അതെന്തുകൊണ്ടാണ് സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്നിടത്ത് പോയില്ലേ? ഇല്ല, എനിക്ക് ഇറങ്ങിയിട്ട് ഹോട്ടലിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പയ്യന്നൂര് വിളിച്ച് അവിടെ ഒരു മലയാളത്തിന്റെ ഒരു അധ്യാപകനുണ്ട്, മുതിർന്ന ഒരു അധ്യാപകനാ, പഴയ നാടക ആചാര്യനാ. അദ്ദേഹത്തിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ആരെങ്കിലും ഒരാളെ ഒരു ഭക്ഷണപ്പൊതി ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണത്തിൽ അവിടെ എത്തിച്ചു കൊടുക്കുകയും അപ്പം അവിടെ നിന്നുള്ള സാഹചര്യം വിളിച്ച് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന് തീരെ നടക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഹോട്ടലിൽ പോകാഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതിനുശേഷമാണ് ഹോപ്പിലേക്ക് കൂട്ടാൻ തീരുമാനിച്ചതും. ഒരു 3 മാസം ആയിട്ടില്ല ഈ ഹോപ്പിൽ വന്നിട്ട്. ഞങ്ങളുടെ ഒരു പിന്നെ സംരക്ഷിത കേന്ദ്രമാണ് ഇവിടെ കണ്ണൂർ പിലാത്രയിലുള്ള. അവിടെ 3 മാസമേ ആയുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഇത് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് പലപ്പോഴും നടന്നുകൊണ്ടുണ്ടായിരുന്നു. അതിന് ഈ പുകയില ചവക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോ ഇദ്ദേഹത്തിന് ഇത് വിട്ടു മാറാനും കഴിയുന്നില്ല. പലതവണ ഞങ്ങൾ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇത് ഒഴിവാക്കണം എങ്ങനെയും. പക്ഷെ അത് ഇപ്പം പറഞ്ഞ പോലെ ഒരു ഒറ്റക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യന് എന്താണ് എങ്ങനെയാണ് നമുക്ക് എത്രത്തോളം നമുക്ക് ശ്രദ്ധിക്കാനൊന്നും കഴിയില്ല. നമ്മളത്തേക്ക് കിട്ടാകുമ്പോൾ അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നുള്ള പേടി കൊണ്ട് അദ്ദേഹം വരും എന്ന് പറയുന്നല്ലാതെ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ നാട്ടിലെ 3 ഇപ്പൊ മാസത്തിന് ഭയങ്കര ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചീത്ത കാര്യങ്ങളാണല്ലോ പറയുന്നത്. ക്രിസ്മസിന്റെ കേക്ക് കഴിക്കാൻ പാടില്ല എന്ന് ഒരു കൂട്ടര് പറയും. അതേസമയം PC ജോർജിന്റെ പോലത്തെ ആളുകൾ പറയും മുസ്ലിമായി ജനിച്ച എല്ലാ മനുഷ്യരും ഭയങ്കര വർഗീയവാദികളാണ്, പാകിസ്ഥാനിൽ പോടാന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് ആണല്ലോ നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പോഴാണ് ശ്രീധരേട്ടന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയ ഒരു ഷാഹുൽ ഹമീദും ഈ നാട്ടിൽ ജീവിക്കുന്നത്. അങ്ങ് എങ്ങനെയാ മനുഷ്യരെ കാണുന്നത്? ഞാന് മനുഷ്യനായിട്ട് കാണുന്നതുകൊണ്ടാ. ഇത് പലപ്പോഴും പല ആൾക്കാരെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് പറയുന്ന, ഇവർക്കൊക്കെ അറിയാം ഇതൊക്കെ കേക്ക് കഴിക്കാമെന്നും ഈ ആഘോഷങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗമാകാമെന്നൊക്കെ അറിയാം. പക്ഷെ അവരെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ആൾക്കാർ വളച്ചൊടിക്കുന്നത്. അല്ലാതെ പിന്നെ നമ്മുടെ കേരളത്തിലെ മനുഷ്യർക്ക് അധികം വർഗീയമായി ചിന്തിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടാവും, അത് എന്തെങ്കിലും അവർക്ക് പ്രത്യേക ഗുണം കിട്ടാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഈ ചിത കത്തിക്കുമ്പോഴോ കത്തിച്ചു കഴിഞ്ഞിട്ടോ ആ കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരുന്നല്ലോ, ഒരു മതവിശ്വാസികൾക്കും അവർക്ക് ഇത് നിരക്കുന്നതാണോന്ന് അറിയില്ല എന്നുള്ളതൊക്കെ. അപ്പൊ ചിത കത്തിക്കുമ്പോഴോ കത്തിച്ചു കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായോ, ഇങ്ങനെ ഒരു ചർച്ച ഇനി ഉയർന്നു വരുമോ? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ വിശ്വാസിയാണ്. ഞാൻ 5 നേരത്തും കൃത്യമായി നമസ്കരിക്കുന്ന മുസ്ലിം തന്നെയാണ്. പക്ഷെ എന്റെ മുന്നിൽ അതൊരു മനുഷ്യ മൃതദേഹം ഒരു റെസ്പെക്റ്റും ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥ ഇതാകാതിരിക്കാൻ ഞാൻ അന്നേരം ചെയ്തത് എന്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്റെ മതവും എന്നെ കുറ്റം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു ഉത്തരവാദിത്തമാണ്. ആ ഒരു മനുഷ്യനെ അങ്ങനെ പറഞ്ഞേക്കേണ്ടതല്ല. ആ മനുഷ്യന് നല്ല കഴിവുള്ള ഒരു കലാകാരനായിരുന്നു. പക്ഷെ എങ്ങനെയോ ഒറ്റപ്പെട്ടു പോയി, ജീവിതം എങ്ങനെയൊക്കെ തള്ളി നീക്കി പോയതാണ്. അദ്ദേഹത്തിന്റെ ഇപ്പം കുടുംബക്കാരുണ്ട് എന്ന് ഇപ്പം പറയുന്നു. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞാണ് എനിക്ക് ആരും ഇല്ല. പക്ഷെ ഇന്നിപ്പം മരണപ്പെട്ടതിന് ശേഷം ബന്ധുക്കൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ആ ബന്ധുക്കൾ അറിയിച്ചിട്ട് പോലും ആരും എത്തിയില്ല. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ബന്ധുക്കളെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചോ? അതായത് മരിച്ചു കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ ഹോപ്പിൽ നിന്ന് മരണപ്പെട്ടത് കൊണ്ട് അവരെ വല്ല പ്രൊസീജിയർ അനുസരിച്ച് ചെയ്യുള്ളൂ. 3 ദിവസം പിന്നെ മോർച്ചറിയിൽ വെച്ചു. എന്നിട്ട് പത്രങ്ങളിൽ മുഴുവൻ വാർത്തയും പോലീസിനും ഇൻഫർമേഷൻ കൊടുത്തു. എല്ലാ വിധത്തിലും അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ തേടാൻ വേണ്ടിയിട്ടുള്ള സെർച്ചിങ് തുടങ്ങി. അദ്ദേഹത്തിന്റെ ചെറിയൊരു മൊബൈലിൽ ഒരുപാട് നമ്പറുകൾ ഉണ്ടായിരുന്നു. ആ നമ്പറുകളിലെല്ലാം വിളിച്ചു. അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിന് ബന്ധുക്കൾ ഉണ്ട് എന്ന് അറിയാൻ പറ്റിയത്. അദ്ദേഹത്തിന്റെ പഴയ വീടിന്റെ അടുത്തുള്ള ഒരു വാർഡ് മെമ്പറെ വരെ കിട്ടിയിരുന്നു നമുക്ക്. പക്ഷെ ആരും ഈ പറഞ്ഞ പോലെ ഒന്ന് വന്ന് ആ കർമ്മത്തിൽ പങ്കെടുക്കാൻ തയ്യാറല്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് കോപ്പിന്റെ നേതൃത്വത്തിൽ ആ 3 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിനെ മോർച്ചറിയിൽ നിന്ന് ഇറക്കി നമ്മൾ പൊതുദർശനത്തിന് വെച്ച് പിന്നെ ആദരവൊക്കെ കൊടുത്ത് കറക്റ്റായിട്ടാണ് നമ്മൾ ശ്മശാനത്തിലേക്ക് പോയത്. കുറെ ആ സമയത്ത് ആ പൊതുദർശനത്തിന് വെച്ച സമയത്ത് കുറെ കലാകാരന്മാരുടെ കൂട്ടായ്മയിലെ പല ആൾക്കാരും ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ശ്രീധരേട്ടന്റെ നാടൊക്കെ എവിടെയായിരുന്നു? എവിടുത്തെ ആളാണ്? ശരിക്കും കൊട്ടിയൂർ റോഡിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ അറിഞ്ഞത്. ഇപ്പൊ പിന്നെ ഈ സമയത്ത് അറിഞ്ഞ വിവരങ്ങൾ, നമ്മളൊന്നും പോയിട്ടൊന്നുമില്ല. കൊട്ടിയൂർ റോഡ്. പക്ഷെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഞാൻ പയ്യന്നൂരുകാരൻ തന്നെയാണ്. അപ്പൊ അത് അദ്ദേഹം പറയാൻ പോലും ആഗ്രഹിച്ചില്ല അല്ലെ? ആ കഥകളൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അതെ അതാണ്. അദ്ദേഹം ഒറ്റ വാക്ക് പറയും, എനിക്ക് ആരും ഇല്ല എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പൊ ഞാൻ ഇതിന് കുറച്ചു മുമ്പേ ഒരു ദിവസം ഞാൻ പോയപ്പോ ഒരു സുഹൃത്ത് വീഡിയോയിൽ ഞാൻ അദ്ദേഹം കുറെ ചോദിച്ച് കാര്യങ്ങൾ എടുത്തിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ആരെങ്കിലും കണ്ടെത്താൻ പറ്റുമെന്നുള്ള ശ്രമത്തിനാണ് വീഡിയോ എടുത്തു വെച്ചത്. അപ്പോ അന്നേരം അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ആരും ഇല്ല, വേറെ ആരും ഇല്ല എന്ന് തന്നെ പറയുന്നത്.
പിന്നെ എന്തായാലും ഒരു ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. അങ്ങയെ കുറിച്ചൊക്കെ ഭയങ്കര നല്ലതായിട്ടാണല്ലോ പറയുന്നത്. എന്റെ എല്ലാം എല്ലാമാണ് എന്നുള്ള അല്ലേ? ആ ഭയങ്കര അല്ല സ്നേഹം. അത് എന്താന്ന് പറഞ്ഞാല് ഞാൻ ഇതുപോലെ തെരുവിൽ അകപ്പെട്ട ഒരുപാട് പേരെ ഞാൻ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ആരും ഇല്ലാത്താക്കേ ആരെങ്കിലും ഉണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു സന്തോഷം ഭയങ്കരമാണ്. അപൂർവം ഏതാ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടോ ഇങ്ങനെ ഒരു ധർമ്മിഷ്ഠൻ എന്നെൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് എനിക്ക് എന്നെ രക്ഷിക്കുന്നതുകൊണ്ട് പറയുന്നതല്ല, സത്യമാണ്. അതും വേണ്ട, അങ്ങനൊന്നും പറയണ്ട. ഒരാളും ഇല്ലാത്തൊരു മനുഷ്യന് എന്റെ ആളാണ് ഇന്ന ആള് ഈ പിന്നെ ആൾക്കാർ അറിയുന്ന ഒരു വ്യക്തി എന്റെ സ്വന്തമാണ് എന്ന് പറയാനുള്ള ആ ഒരു ഫീൽ ഉണ്ട്. ഉം. അത് അവർക്ക് ആളുകൾക്ക് അവരെ ഭക്ഷണവും കിടപ്പാടും മാത്രം പോരാ അല്ലെ? ഇതുപോലെ സ്വന്തം എന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ എപ്പോഴും ആരെങ്കിലും മനുഷ്യര് വേണം അല്ലേ? തീർച്ചയായും ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും അത്യാവശ്യം ഒരു നല്ല വാക്ക് പറയാനൊക്കെ ഒരാളുണ്ടെങ്കിൽ തന്നെ പകുതി സമാധാനമാവും അവർക്ക്. ഇനി ഇവരോടൊക്കെ ആരും സംസാരിക്കാൻ അധികം നിൽക്കൂല ഇങ്ങനെയുള്ള ആൾക്കാരോട്. അപ്പോ മുഷിഞ്ഞ വസ്ത്രത്തിൽ പോകുന്ന ആളോട് എങ്ങനെ സംസാരിക്കും? ആൾക്കാർ മാറി നിൽക്കുകയും ചെയ്യും. നമ്മൾ മുഷിഞ്ഞ വസ്ത്രത്തിലല്ല, നമ്മൾ ഒരു മനുഷ്യനാണ് അതിന്റെ അകത്തുള്ളതെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണം എപ്പോഴും. തെരുവിലൊക്കെ വീണ് കിടക്കുന്ന ആൾക്കാരെ പലപ്പോഴും കാണുമ്പോൾ ചില ആൾ പറയും മദ്യപിച്ചിട്ട് വീണ് കിടക്കുന്നതെന്ന് പറയും. പക്ഷെ പോയി നോക്കുമ്പോൾ ഷുഗർ ഡൗൺ ആയിട്ടാക്കി വീണതായിരിക്കും. പക്ഷെ പലപ്പോഴും ആൾക്കാർ വീണ് കിടക്കുന്ന ആളെ കണ്ടാൽ പറയും ഇത് എങ്ങനെയെങ്കിലും പിന്നെ കള്ളു കുടിച്ചിട്ട് വീണതായിരിക്കും എന്നാണ് പലപ്പോഴും ആൾക്കാർ പറയുന്നത്. ഞാൻ എത്രയോ ആൾക്കാരെ നമ്മളെ ഹോപ്പിലേക്ക് തെരുവെന്ന് ഏറ്റെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് അങ്ങ് ഹോപ്പിനെ ഞാൻ ഇതുവരെ കുറിച്ച് പുറത്തിലേക്ക് പറയുന്നുണ്ട്. ഹോപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഹോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പുറത്തുനിന്ന് ആളുകളെ അവിടെ കൊണ്ട് താമസിപ്പിക്കണം. അതേസമയം തന്നെ അങ്ങയുടെ പ്രവർത്തനത്തിൽ ഞാൻ കണ്ടൊരു വ്യത്യസ്തത. അപ്പൊ ശ്രീധരേട്ടന് ഇഷ്ടമുള്ള ഒരു സ്പേസിൽ ജീവിക്കാൻ സമ്മതിച്ചു. അവിടെ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് വന്നില്ല. അതുപോലെ വേറെയും അല്ല മറ്റു ചില കാര്യങ്ങളൊക്കെ അങ്ങ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഇതുപോലെ ഒത്തിരി പേര് ടോപ്പിൽ വരാതെ എന്റെ മേൽത്തോട്ടത്തിൽ ജീവിക്കുന്നവരുണ്ട്. അതിന്റെ ഒത്തിരി പ്രധാന കാരണം അത്രയേ ഉള്ളൂ. അവർക്കുള്ള സ്വാതന്ത്ര്യം ഇനി എത്ര നമ്മുടെ സ്വന്തം സ്ഥാപനമാണെന്ന് പറഞ്ഞാൽ പോലും ഒരു സ്ഥാപനത്തിൽ വന്ന അതിന്റെ ചിട്ടവട്ടത്തിൽ പോകുമ്പോൾ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീധരേട്ടനൊക്കെ ഞാൻ ക്ഷണിച്ചിട്ടേ ഇല്ല. ശ്രീധരേട്ടൻ പറയുമ്പം ഞാൻ എന്നാ വന്നോളൂ എന്ന് പറയും. അതല്ലാതെ ഞാൻ അങ്ങോട്ട് ശ്രീധരേട്ട നമുക്ക് ഹോപ്പിൽ പോയി താമസിക്കാമെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നില്ല. കാരണം ഇദ്ദേഹം ഈ ഫോണും എടുത്ത് നടക്കുന്നതും ഈ ആൾക്കാർക്ക് പോയി ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന അവിടെ കുറച്ച് ആളുകൾ വർത്തമാനം പറഞ്ഞ് ഈ ഒരു സ്വാതന്ത്ര്യം പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു അഗതി മന്ദിരത്തിലോ ഏതെങ്കിലും സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഇടപെടും. പിന്നെ അദ്ദേഹത്തിന് അത് പുറത്ത് കറങ്ങി നടക്കാൻ ആരും അനുവദിക്കൂല. അത് ഏത് ഓൾഡ് ഹോമായാലും മംഗലായാലും ആരും അനുവദിക്കൂല. അതിന്റെ അകത്ത് തന്നെയാണ്. പിന്നെ ഇപ്പം നമ്മളെ സ്നേഹത്തോടെ ശ്രീധരേട്ടന് കട്ടിലും ബെഡും വലിയ ഒച്ചയും വിളിയും പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ അങ്ങയുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നുണ്ടല്ലോ. ഒരുപാട് ആളുകളെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതില് ശ്രീധരേട്ടന്റെ പോലത്തെ ഒരുപാട് കഥകളുള്ള മനുഷ്യരുണ്ടായിരിക്കും. ഇതുപോലെ ഉണ്ട്. മറക്കാൻ പറ്റാത്ത മറ്റനുഭവങ്ങൾ ഏതെങ്കിലും പറയാനുണ്ടോ? ഞാന് കണ്ണൂര് പാപ്പനശ്ശേരിയിലെ പിന്നെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ നേരെ എതിർവശത്ത് ഒരു പിന്നെ കടത്തിണ്ണയിൽ ഒരു ഉമ്മ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ പിന്നെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് ഈ ഉമ്മനെ ഞാൻ കാണുന്നത്. ഞാൻ പലപ്പോഴും പോയിട്ട് ഇവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും, വസ്ത്രം എത്തിച്ചു കൊടുക്കും. ഞാൻ പറയും നിങ്ങളിങ്ങനെ ഇതിൽ കിടക്കേണ്ട, എവിടെയെങ്കിലും ഒരു ഇതിൽ കിടക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കി തരാന്ന് പറയുമ്പോൾ ഒന്നും അവര് വഴങ്ങൂല. അവര് പറയും ഇല്ല ഞാൻ ഇവിടെ കിടന്നോളൂ എന്ന് പറയും. അവരെ ധൈര്യം ആ തൊട്ട് മുമ്പിൽ കിടക്കുന്ന പള്ളിയാണ്. അതായത് പള്ളീന്റെ മുറ്റത്ത് ആരും വന്ന് അവരെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഈ പള്ളീന്റെ മുമ്പിൽ ഉള്ള കടത്തിണ്ണിയിൽ കിടക്കുന്നത്. ആരോരും ഇല്ലാത്ത സ്ത്രീ, അവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി പിന്നെ അസുഖം വന്ന് മരിച്ചപ്പോ ഭർത്താവും അതിന് മാനസികമായി പ്രശ്നമായി അദ്ദേഹം ഒറ്റപ്പെട്ടു പോയപ്പോ തെരുവിൽ മാനസിക പിന്നെ നില തെറ്റിയിട്ട് തെരുവിലായി പോയ ഒരു അമ്മയായിരുന്നു. അപ്പൊ ആ ഉമ്മാനെ ഞാന് പിന്നെ സാവധാനം പറഞ്ഞ് ആ ഉമ്മ ശരിക്കും എൻ്റെ ഉമ്മ പോലെ തന്നെയായി. 10-12 വർഷം ഞാൻ അവർക്ക് ഒരു വീട് സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഒരുപാട് കാലം ജീവിച്ചിരുന്നു. ശരിക്കും പലപ്പോഴും ആ ഉമ്മ സംസാരിക്കുമ്പം എൻ്റെ ഉമ്മ എന്റെ ജീവിതത്തിൽ സംസാരിച്ച പല കാര്യങ്ങളും ഒരു അത്ഭുതം പോലെ അതുപോലെ പറയുമായിരുന്നു. എനിക്കെന്നെ അത്ഭുതം തോന്നി. എന്റെ ഉമ്മ അവരിലേക്ക് വന്ന് സംസാരിക്കുന്ന പോലെ പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടു. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് തെരുവിൽ നിന്ന് ഏറ്റെടുത്ത കേസുകൾ. തെരുവില് കണ്ണൂര് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് കിടന്ന ഒരു വയസ്സായ വൃദ്ധൻ റെയിൽവേ പോലീസ് ഓഫീസറെ വിളിച്ചിട്ട് പോയി നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് റേഡിയോ വാങ്ങിത്തരാമോ, എനിക്ക് റേഡിയോ മതി, എനിക്ക് സംരക്ഷണമൊന്നും വേണ്ട, റേഡിയോ വാങ്ങിത്തന്ന് ഞാൻ ഇവിടെ സൈഡിലിടം കിടന്ന് പാട്ട് കേട്ടോളാം. ഹിന്ദിയും പിന്നെ മലയാളവും എല്ലാ ഭാഷകളും സംസാരിക്കാൻ അറിയുന്ന ഒരു വൃദ്ധൻ ക്ഷീണിതനായിട്ട്
ഞങ്ങൾ പറഞ്ഞ ഏതായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ മക്കളുടെ നമ്പർ വാങ്ങിയിട്ട് പോലീസ് ഓഫീസർ വിളിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് അദ്ദേഹത്തിനെ ട്രെയിനിൽ കയറ്റി വിട്ടേ ഇങ്ങോട്ട് ഞങ്ങൾ ഇവിടുന്ന് സ്വീകരിച്ചോളാം. പോലീസ് ഓഫീസർ നല്ലോണം ചൂടായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്ന് ഈ അച്ഛനെ ഏറ്റെടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോ പോലീസ് ഓഫീസർ ഉദ്ദേശിച്ചത് അത് നേരിട്ട് ഏറ്റെടുത്തിട്ട് അവർ കൂട്ടിയിട്ട് പോട്ടെ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ രാത്രി 11 മണിക്ക് ഹോസ്പിറ്റലിൽ, ഗവൺമെന്റ് ആശുപത്രിയിൽ നമ്മൾ ഈ അച്ഛന് ഇതെല്ലാം പിന്നെ മരുന്നെല്ലാം കൊടുത്ത് അവിടെ വെയിറ്റ് ചെയ്ത് ഈ മകനെ കാത്തു നിൽക്കുക. മകൻ വന്ന് ഒരു 11-11:30 ആകുമ്പോൾ വന്നിട്ട് ആദ്യം പോയി അച്ഛന്റെ കഴുത്തിന് കോളറ പിടിക്കുകയായിരുന്നു. കോളറ പിടിച്ചു പറഞ്ഞ് നിങ്ങൾ നമ്മളെ എല്ലായിടത്തും നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞു രണ്ട് ചൂടായി അങ്ങ് സംസാരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയിട്ട് അയാളെ തടഞ്ഞു മാറ്റുകയൊക്കെ ചെയ്തു. പിന്നെ അന്ന് നമ്മൾ ചിന്തിച്ചു, ഈ മനുഷ്യനെ ഈ മക്കളെ കൂടെ വിട്ടാ പിന്നെ ഇനി ബാക്കി ഉണ്ടാവോ? ആ മനുഷ്യൻ റേഡിയോ മതി എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും തെരുവിൽ വിട്ടാലും ഇതേ അവസ്ഥ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ അന്ന് ഓപ്പിലേക്ക് കൊണ്ടുപോയി. കുറെ കാലത്തിന് ശേഷം അദ്ദേഹം നല്ല രീതിയിൽ ജീവിക്കുകയും മരണപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ 2 വർഷം മുമ്പ് മരണപ്പെട്ടപ്പോൾ ഈ മക്കളും ആൾക്കാരും കുടുംബവും മൊത്തം അവിടെ വന്ന് പൂവൊക്കെ ഇടുന്നു, തൊഴുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു, ഇതെല്ലാം ആൾക്കാരെ കാണിച്ചു കൊടുക്കും. ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു നല്ല സ്നേഹവാക്ക് പറയാൻ കഴിയാത്തവർ ഈ മരിച്ചു കഴിഞ്ഞ മൃതദേഹത്തോട് കാണിച്ചിട്ട് എന്ത് കാര്യം? എനിക്കെന്നാ തോന്നി. കാരണം ഇവർ ഇത്രയും കാലം നമ്മൾ വിളിച്ചിട്ടും പറഞ്ഞിട്ട് ഒന്നും വരാതിരുന്ന ഒരാൾക്കാർ അവരിവിടെ വന്നിട്ട് ആ മൃതദേഹത്തിന് പൂവെക്കുകയും വീഡിയോ വെച്ചിട്ട് പല ആൾക്കാർക്കും മൃതദേഹം കാണിച്ചു കൊടുക്കുകയും പിന്നെ അവിടെ തന്നെയാണ് സംസ്കരിച്ചത്. നമ്മളെ നാട്ടിൽ തന്നെയാണ്, അവർ കൊണ്ടുപോയൊന്നും ചെയ്യില്ല. നമ്മളെ ഹോപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ അവിടെ സംസ്കരിക്കുകയാണ് ചെയ്തത്. അല്ല, പക്ഷെ അങ്ങയുടെ കാഴ്ചപ്പാട് ഡിഫറെന്റ് അല്ലേ? ഇപ്പൊ ശ്രീധരേട്ടനെ ജീവിച്ചിരിക്കുമ്പോ നന്നായി നോക്കി, അത് കഴിഞ്ഞിട്ട് മരിച്ചപ്പോഴും ആ മൃതശരീരത്തോടും ആദരവുള്ളത് കൊണ്ടല്ലേ ചിതയ്ക്ക് തീ കൊളുത്തിയത്. അപ്പൊ രണ്ടും വേണമെന്നല്ലേ കരുതുന്നത്? രണ്ടും വേണം. അതാ ഞാൻ പറഞ്ഞത്, നമ്മള് ജീവിച്ചിരിക്കുന്ന കാലം നോക്കാതെ മരിച്ചു കഴിഞ്ഞിട്ട് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോഴും നോക്കട്ടെ. നമ്മുടെ അച്ഛനമ്മമാര്, ഇനി നമ്മളെ അച്ഛനമ്മമാരല്ലെങ്കിൽ പോലും ഒരു മുതിർന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ട ആ റെസ്പെക്ട് നമ്മൾ കൊടുത്തേ പറ്റൂ. അത് നമ്മളെ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം ഇല്ലെങ്കിൽ പിന്നെ എന്താണ് മനുഷ്യൻ? മനുഷ്യൻ എന്ന് പറയുന്നത് ഈ എല്ലാ മതവും എല്ലാം പറയുന്ന നമ്മൾ നല്ല സംസ്കാരം പഠിപ്പിക്കാനാണ് മതങ്ങളൊക്കെ വന്നത്. ആ മതം പറയുന്നത് പോലും നമ്മൾ ആ മതത്തിനെ എല്ലാം പറയും, റെസ്പെക്റ്റോടെ കാണാൻ, ദൈവത്തിനെ തൊഴും. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുകയും ചെയ്യില്ല. പിന്നെ മതത്തിൽ നിൽക്കുന്നതിലൊന്നും കാര്യമൊന്നുമില്ലല്ലോ. മതത്തിൽ നിൽക്കുമ്പോൾ ആദ്യമായിട്ട് എങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കി ഏറ്റെടുക്കുകയും ചെയ്ത് എപ്പോഴായിരുന്നു ഏറ്റവും ആദ്യം? എങ്ങനെ ഇതെങ്ങനെ തുടങ്ങിയത്? ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ശീലം വന്നത് പെരുന്നാൾ ദിനത്തിന് ഞാൻ ഭക്ഷണ പൊതിയായിട്ട് പുറത്തിറങ്ങും. അതായത് പെരുന്നാൾ നമുക്കെല്ലാം ഉണ്ടാവുള്ളൂ, മുസ്ലിംസിന് പെരുന്നാൾ ഉണ്ടാവും, ഭക്ഷണം കഴിക്കും. ഈ അയൽപക്കത്തിലെ ആൾക്കാർക്കൊന്നും പെരുന്നാൾ ഉണ്ടാവില്ല. കുറച്ച് അയൽപക്കക്കാർക്ക് വീടുകളിലേക്ക് ഞാൻ ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ട് തെരുവിൽ വന്നിട്ട് തെരുവിൽ ഭക്ഷണം കൊടുക്കുമായിരുന്നു. അപ്പൊ അന്ന് സൂര്യ ടിവിന്റെ ഒരു പിന്നെ റിപ്പോർട്ടർ നിർബന്ധിച്ചിട്ട് നമ്മൾ പോകുന്നത് വീഡിയോ എടുത്തു. അപ്പൊ ഇങ്ങനെ ഈ ഷെഡിന്റെ അകത്തൊക്കെ പോയി ഭക്ഷണം ബിരിയാണി കൊടുത്തു പോകുന്നത് അന്നേരമാണ് ഈ തെരുവിലെ ആൾക്കാരുമായിട്ട് തുടങ്ങിയത്. അത് 2002 മറ്റുമാണ്. കണ്ണൂരാണോ? കണ്ണൂരിലാണ്. കണ്ണൂര്. എന്നിട്ട് അതങ്ങനെ പോയി. പിന്നെ തെരുവിലെ ആൾക്കാരെ നോക്കാൻ തുടങ്ങി. എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ ബ്ലഡ് ഡോണേഴ്സ് കേരള എന്നൊരു സംഘടനയുണ്ട്. അത് രക്തദാനവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്. എൻ്റെ സംസ്ഥാന രക്ഷാധികാരിയാണ് ഞാൻ. അപ്പോ ഇത് സ്ഥിരമായി നമ്മൾ ഞായറാഴ്ച ഒരു സ്നേഹസദ്യ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം കണ്ണൂരിൽ സ്ഥിരമായിട്ട് വെക്കുമായിരുന്നു. അപ്പോൾ തെരുവിലെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുന്നതോടൊപ്പം ആർക്കെങ്കിലും മുറിവേറ്റോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം മരുന്നൊക്കെ വെച്ച് കെട്ടുകയും പാലിയേറ്റീവിന്റെ പ്രവർത്തകരെല്ലാം ഒന്നിച്ച് ചേർന്നിട്ട് ഒരു യാത്ര, അത് എല്ലാ ഞായറാഴ്ചയും പതിവായിരുന്നു. അപ്പൊ ഈ തെരുവിലെ ആൾക്കാർ, പല ആൾക്കാരും നമ്മളെ എന്താ പറയാ, നമ്മളെ അത്രത്തോളം ഇഷ്ടപ്പെടുകയും അവരുടെ ആളായിട്ട് കണക്കാക്കുകയും ചെയ്യും. കാരണം ഈ തെരുവിലെല്ലാം ഉണ്ട്, നല്ല ആൾക്കാരും ഉണ്ട്, മോശം ആൾക്കാരും. പട്ടിണി കിടക്കാതെ നോക്കിയില്ലേ? അത് ജീവിതത്തിൽ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് 2 ദിവസം. നമ്മളിപ്പോ ഇത്ര വല്ല നിലയിലും സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചില സന്ദർഭങ്ങളിൽ മനുഷ്യൻ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ ഭക്ഷണം കിട്ടാതെ നമ്മളും പട്ടിണി കിടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് ഹർത്താൽ പോലത്തെ ദിനങ്ങളിൽ നമ്മൾ ഒരു പ്രതീക്ഷയില്ലാതെ, ഇനി കയ്യിൽ പൈസ ഉണ്ടായാൽ പോലും ഭക്ഷണം കിട്ടാത്ത അവസ്ഥയുണ്ട്. അങ്ങനെയാണ് ഞാൻ കണ്ണൂർ ഹർത്താലിന്റെ ദിവസത്തിൽ എന്റെ വണ്ടി പലപ്പോഴും ആരും തടയാറില്ല. കാരണം ഭക്ഷണമായിട്ട് വരുന്നതാണ്. കുടുങ്ങിക്കിടക്കുന്ന എല്ലാവർക്കും. അല്ല, ആരാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന? ആരാ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? അത് ആളെ വെച്ച് എങ്ങനെ ഉണ്ടാക്കുന്നത്? പുറത്തുള്ള ആൾക്കാർക്കാണ് ഉണ്ടാക്കാൻ കൊടുക്കാറ്. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമ്മളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊണ്ട് അവിടെ നമുക്ക് ഓർഡർ ചെയ്താൽ വെജിറ്റബിൾ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ ഒക്കെ പാർസലായിട്ട് നമുക്ക് ഓർഡർ എടുത്തനുസരിച്ച് കിട്ടും. ഹർത്താലൊക്കെ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും അനൗൺസ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല.
അപ്പൊ അത് നമ്മൾ വേഗം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നമുക്ക് ഭക്ഷണം പൊതികൾ കിട്ടും. അത് വണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് പോകും. അത് എല്ലാവർക്കും വിതരണം ചെയ്യും. അത് ഒരുപാട് കാലമായിട്ട് ചെയ്തു വരുന്നത്. ഇപ്പൊ ഹർത്താലുകൾ കുറവാണ്, പക്ഷെ ഹർത്താൽ ഒരുപാട് കൂടിയ സമയത്ത് പോലും ഇനി ഒരു അടുത്ത ഒരിക്കടി വന്നാൽ പോലും നമ്മളവിടെ ഭക്ഷണമായിട്ട് അവിടെ ഉണ്ടാവാറുണ്ട്. ഉം. മനുഷ്യര് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവരെ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു സാധനം പൈസ ആയിരിക്കുമല്ലോ. കുറച്ച് പൈസ ഉണ്ടെങ്കിലല്ലേ അതെ നമുക്ക് അതെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ അതെ എങ്ങനെയാ സാധിക്കുന്നത്? ഇത് സത്യം പറഞ്ഞാല് പിന്നെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടാവുന്നുണ്ട് ചില സമയങ്ങളിൽ. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ ഒരു നല്ല തുക ഞാൻ അത് ഇതിനായിട്ട് മാറ്റി വെക്കുന്നതാണ്. നമ്മൾ വിചാരിച്ചാൽ എല്ലാതും പറ്റും. ഒരു ബാധ്യത മുഴുവൻ തീർത്തിട്ട് സഹായം ചെയ്യാന്ന് വിചാരിച്ചാൽ ഒരു മനുഷ്യനും കഴിയില്ല. എനിക്ക് ഇന്ന് ലോൺ ഉണ്ടാവാം, ബാധ്യതകൾ ഉണ്ടാവാം. എന്നാലും ഞാൻ അതിൽ നിന്നൊരു അംശം ഞാൻ തെരഞ്ഞെടുത്ത് ഞാൻ ഏറ്റെടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കും. അതിന്റെ പേരിൽ എനിക്ക് ബാധ്യത വന്നാലും എനിക്കത് പ്രശ്നമല്ല. ഞാൻ ഇനിയും ജോലി എടുത്തത് തീർക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. വീട്ടിലുള്ളവരൊക്കെ എങ്ങനെയാ ഇതിനെ കാണുന്നേ? കുടുംബമൊക്കെ? വീട്ടിലെ എല്ലാവരും ഇപ്പൊ നല്ല പോസിറ്റീവാണ്. തുടക്കത്തിലൊക്കെ ഞാൻ ആ ഒരു ഉമ്മാന ഏറ്റെടുത്ത സമയത്ത് അത് മറ്റുള്ള പോലെ അല്ലല്ലോ. ഒരാളെ സ്വന്തം ഉമ്മയായിട്ട് കാണുന്നു, അവരൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അവർക്ക് വീടെടുത്ത് കൊടുക്കുന്നു, ചെയ്യുന്നു കാണുമ്പം അത് സാധാരണ ഒരാൾക്ക് വീടെടുത്ത് കൊടുക്കുന്ന പോലെ അല്ല. ഇത് മനസ്സിൽ ഉമ്മ തന്നെ തീരുമാനിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു ചെറിയൊരു നെഗറ്റീവ് ഫീൽ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെയും ഞാൻ കൂട്ടിപ്പോയി അവരെ പരിചയപ്പെടുത്തുകയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും അവരുടെ ആ പ്രാർത്ഥന കേൾക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് അവർക്കും അതിനോട് താല്പര്യം ഉണ്ടായി. നമ്മള് അവരെയും കൂടി ഉൾപ്പെടുത്തുമ്പോഴാണ് അവർക്ക് അതിന് കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ മാത്രം പോയി ചെയ്യുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഉം. അപ്പൊ ആളുകളെ അത് സഹായിക്കാൻ ആളുകളെ പൊതുവെ സഹായിക്കാൻ ഇറങ്ങുമ്പോ അല്ലെങ്കിൽ ആളുകൾക്ക് പണം കടം കൊടുക്കുമ്പോ ഒക്കെ നമുക്ക് തിരിച്ച് 8ന്റെ പണി കിട്ടാറില്ല. അതുപോലെ എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ തിരിച്ച്? ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മള് ചില കാര്യങ്ങൾക്ക് കടം ചോദിക്കുമ്പോൾ നമ്മള് കടം കൊടുക്കാൻ പാടില്ല എന്ന് പലപ്പോഴും പറയും ആൾക്കാർ. പക്ഷെ കടം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഒരാളുടെ അത്ര ഗതികെട്ട സമയത്തായിരിക്കും ചിലപ്പം വന്നിട്ട് ഒരു കടം ചോദിക്കുന്നുണ്ടാവാം. പലപ്പോഴും ആൾ പറയും കടം കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും തിരികെ കിട്ടില്ല, ബന്ധം മോശമാവുന്നൊക്കെ നമ്മൾ അതെ. എഴുതി വെക്കാൻ സുഖമാണ്. എഴുതി വെക്കാൻ സുഖമാണ്. പക്ഷെ അയാളുടെ അങ്ങനത്തെ ഗതികെട്ട സമയത്തായിരിക്കും ചിലപ്പം വന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മളത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കത് അയാൾക്കത് അല്ലെ നമുക്കത് ഉപകരിക്കണമെന്നില്ല. കടമൊക്കെ കൊടുക്കണം, ചില സമയത്തൊക്കെ കൊടുക്കേണ്ടി വരും. അത് നമ്മൾ അയാൾ തരില്ല എന്ന് അറിഞ്ഞാലും കൊടുക്കും ചിലപ്പോൾ. ആ 3 തവണ വാങ്ങിയ ആൾ 4ാമത് വന്ന് വീണ്ടും ചോദിച്ച ആൾക്കാരുണ്ട്. അയാൾക്ക് ഞാൻ ചിലപ്പോൾ എന്നെ കൊണ്ട് കയ്യിലുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും കൊടുക്കും. എല്ലാവർക്കും കടം കൊടുക്കാൻ കയ്യിൽ ഫണ്ടില്ല. പക്ഷെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്ന ഒരു 5000 രൂപക്കായിരിക്കും. അപ്പൊ അത്രത്തോളം ആളുകള് പ്രശ്നമായിട്ടായിരിക്കും. ഇപ്പൊ ചുറ്റും കാണുന്ന ആളുകളൊക്കെ ഭയങ്കര തിരക്കിലാണല്ലോ. എല്ലാരും എന്തിനോ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഉള്ളതിനേക്കാൾ കൂടുതൽ, ഉള്ള സമ്പാദ്യത്തിനേക്കാൾ കൂടുതൽ കുമിഞ്ഞു കൂടുന്നു. അപ്പൊ ആളുകളോട് എന്താ ശരിക്കും പറയാനുള്ളത്? നമ്മളെ വഴിയിൽ ഒരാൾ വീണ് കിടക്കുന്ന കാണുമ്പോ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരാൾക്ക് ഭക്ഷണം ഇല്ലാത്ത ഒരാളെ, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ എന്താ ശരിക്കും എന്താ മനുഷ്യരോട് പറയാനുള്ളത്? ശരിക്കും ഇതിനൊക്കെ സമയം കണ്ടെത്തണം. ശരിക്കും സമയമുണ്ട്. നമ്മൾ സമയം കാണായിട്ടാണ്. നമ്മൾ ചിലപ്പോൾ ഒരു സമയം ഭയങ്കര തിരക്കാണെന്ന് പറയും. ഈ തിരക്ക് എന്ന് പറയുന്ന ആൾക്ക് തിരക്ക് എന്ന് പറയാൻ സമയം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് സമയമുണ്ട്. നമ്മൾ ഒരു ഡയറിയിൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങൾ എഴുതി വെച്ച് നോക്കിയാൽ നമുക്ക് കാണാം. ഓരോ കാര്യത്തിനും 5-10 മിനിറ്റ് കൊണ്ട് തീരുന്ന കാര്യം ബാക്കി അതിനിടയിൽ എത്രയൊക്കെ സമയം നമ്മൾ വേസ്റ്റ് ചെയ്തു പോകുന്നുണ്ട്. ഇതിനൊക്കെ കുറച്ച് നല്ല കാര്യത്തിന് സമയം കണ്ടെത്തുമ്പോൾ അതിൻ്റെതായ പുണ്യം നമുക്കുണ്ടാവും. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഈ പ്രാർത്ഥനകൾ എന്ന് പറയുന്ന സാധനം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പറയും. ഈ പ്രാർത്ഥനകൾ നമ്മൾ ഇതുപോലത്തെ നല്ല കാര്യം ചെയ്തിട്ടാണെങ്കിൽ ആ നന്മ ഉറപ്പായിട്ടും തിരിച്ചു വരും. നമ്മൾ നന്മ ചെയ്താണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഘട്ടത്തിൽ നമുക്കത് തിരിച്ചു കിട്ടും. അതൊരു എന്റെ അനുഭവമാണ്. ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്നും ചിലപ്പോഴൊക്കെ നമ്മൾ ആശ്വാസം വരുന്നത് നമുക്ക് ഇതുപോലെ ആയിരിക്കും. നമ്മൾ വിചാരിക്കും ഇത് ആകെ ബുദ്ധിമുട്ടായി പോയി എന്ന് കരുതുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് റിലാക്സ് വരുന്നത് ഇതുപോലത്തെ ആൾക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങളോട് സംസാരിക്കുമ്പോ തന്നെ എന്തൊരു പോസിറ്റീവ് ഒരു എനർജിയാ കിട്ടുന്ന അറിയോ? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റാ എനിക്ക് ആ കുറിപ്പ് വായിച്ചപ്പോ തോന്നിയത്. കാരണം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മൾ തമ്മിലിരുന്ന് സംസാരിക്കുന്നു. ആ കുറിപ്പ് വായിച്ചു കഴിഞ്ഞപ്പോ അതിൽ ഭയങ്കര ഒരു മനുഷ്യന്റെ ഹൃദയം മാത്രമല്ല, നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും കാണാതെ ഓടി നടക്കുന്ന കുറെ മനുഷ്യർക്ക് മാതൃകയാകാവുന്ന, പാഠമാകാവുന്ന, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചില വിശ്വാസികൾ തന്നെ വിശ്വാസത്തിന്റെ പേരിൽ ചെയ്യാതെ വെക്കുന്ന ഒക്കെ കാര്യങ്ങളെ മനുഷ്യത്വം കൊണ്ട് മറികടന്നിട്ടാണല്ലോ അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ശ്രീധരേട്ടൻ മരിച്ചുപോയി, നിങ്ങൾക്ക് തന്നെ അറിയാം, ശ്രീധരേട്ടൻ ഒന്നും അറിയാൻ പോകുന്നില്ല. ഞാനിപ്പോ ചിതയ്ക്ക് തീ കൊളുത്തിയാൽ ഇല്ലെങ്കിലും ശ്രീധരേട്ടൻ അത് അറിയില്ല എന്നറിയാലോ. പിന്നെ എന്നിട്ടും അത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് പൂർത്തിയാക്കണം,
ഫിൽ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ എന്നല്ലേ അത് ചെയ്യുന്നത്? തീർച്ചയായും അത് ഒരു ഉത്തരവാദിത്തം എന്നുള്ളത് കരുതി തന്നെയാണ്. അന്നത്തെ ദിവസം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ GS പ്രദീപിന്റെ പുസ്തക പ്രകാശനമായിരുന്നു തിരുവനന്തപുരത്ത്. ഞാൻ അതിനൊക്കെ തയ്യാറായി ടിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചിരുന്ന ആളാണ്. പക്ഷേ ആ സമയത്ത് ഈ മരണവും മരണത്തിന് ശേഷമുള്ള സംസ്കാര ചടങ്ങും ആ ദിവസം വന്നപ്പോ ഞാൻ അവിടെ പോയില്ല. അപ്പോ എനിക്കത് വല്ലാതെ വിഷമമുണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ അകത്ത് എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ അദ്ദേഹം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പിന്നെ അതിന്റെ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ അന്ന് രണ്ടും കൂടി നോക്കിയപ്പോ ശ്രീധരേട്ടനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു മനുഷ്യനും ഇല്ലാത്തതാണ്. ആ മനുഷ്യനില്ലാത്ത ആളെ ഒറ്റക്ക് വിട്ട് പോകാൻ തോന്നിയില്ല. ആ സംസ്കാര ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുകയായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ എല്ലാ ദിവസവും ഹാപ്പിയാണോ? സമാധാനമായിട്ട് ഉറങ്ങുന്ന ആളാ? സമാധാനമായി ഉറങ്ങും. നേരത്തെ ഉറങ്ങും. നേരത്തെ ഉറങ്ങുന്ന പിന്നെ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കും. പിന്നെ ഒരു 3 മണിക്കൂറിന് ശേഷം കിടന്നുറങ്ങും. രാവിലെ 4 മണി 4:30 ആകുമ്പോൾ എഴുന്നേൽക്കും. എന്നിട്ട് അന്നന്നത്തെ പരിപാടികൾ തുടങ്ങും. തുടങ്ങും. അതെ അതെ. എന്ന് വെച്ചാല് ഈ കോളേജിന്റെ കാര്യങ്ങളും ബിസിനസ്സും അത്യാവശ്യം ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് പിന്നെ ഈ റോഡിലേക്ക് ഇറങ്ങുന്നു, ആളുകളുടെ കൂടെ പോകുന്നു അല്ലേ? അവനവര് പണി ചെയ്തു അത് വെക്കും. തീർച്ചയായും. അല്ല, നമ്മുടെ കാര്യം നോക്കാണ്ടിരുന്നാൽ ഇവരെ നോക്കാൻ കഴിയില്ല. നമ്മുടെ കാര്യം നോക്കിയേ പറ്റൂ. അതിൽ നിന്നൊന്നും ഉണ്ടായാലേ ഇവർക്കും കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ കാര്യം നോക്കുകയും വേണം, മറ്റും ചെയ്യും വേണം. പണ്ടത്തെ പോലെ ഫുൾ ടൈം കോളേജിൽ പോയി ഇരിക്കുന്ന ശീലിപ്പും ഇല്ല. കുറച്ചൊക്കെ അതിൽ നിന്ന് എല്ലാവർക്കും അറിയാം ഞാൻ പല ഭാഗങ്ങളിലായിരിക്കും. അതുകൊണ്ട് അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളെ ഏൽപ്പിക്കും. അത്യാവശ്യം പോവും, മീറ്റ് ചെയ്യും, സംസാരിക്കും, ഒക്കെ പങ്കെടുക്കും. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് 3 മക്കളും ഭാര്യയും. ചെറിയ മോളാണ് 5ാം ക്ലാസ് പഠിക്കുന്നത്. 2 പേര്, ഒരാള് വിദേശത്താണ്, ഒരാൾ ഇവിടെയുണ്ട്. വിദേശത്ത് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ എന്താ പറയാ, എല്ലാവിധ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മള് ഒരുപാട് തവണ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളും കാണുന്നതാണ്. പക്ഷെ പിന്നെ നിങ്ങൾ എന്നെ എനിക്ക് ശരിക്കും കോൺടാക്ട് ചാരിറ്റി ബിസിനസ് പോലെ ചെയ്യുന്ന ആളുകളെ ഭയങ്കര അകറ്റി നിർത്തുന്ന ഒരാളാണ് ഞാൻ. ചാരിറ്റി പലപ്പോഴും ബിസിനസ്സായി മാറിയെന്ന് എനിക്ക് ശരിക്കും ട്രസ്റ്റ് ഇല്ല ചാരിറ്റി ചെയ്യുന്ന ആളുകളെ. കാരണം അവർ ഭയങ്കരമായിട്ട് പണം പിരിക്കുന്നു, നമ്മളോട് കുറേ പൈസയുടെ കണക്കുകൾ പറയുന്നു, പിന്നെ സഹായം ചോദിച്ചു വരുന്ന ആളുകൾ പറ്റിക്കും. എനിക്കൊക്കെ 8ന്റെ പണി കിട്ടിയിട്ടുണ്ട് പലരും സഹായിക്കാനൊക്കെ പോയിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്ന ആളാണ്. നേരത്തെ പറഞ്ഞില്ലേ, പൈസ കടം ചോദിക്കുമ്പോൾ കൊടുക്കണോ വേണ്ടേ എന്നൊക്കെ. നമുക്ക് കുറേ പണിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കുറച്ചു കാലം കൊടുക്കണ്ട, അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ അത്രയും വലിയ നന്മയല്ല ഞാൻ. അപ്പൊ അങ്ങനെ ആ സമയത്താണ് നിങ്ങളോട് സംസാരിക്കുമ്പോഴേ ഉണ്ടായൊരു മാറ്റം എന്താന്ന് വെച്ചാല്, പറഞ്ഞില്ലേ നമുക്ക് ഇത്ര പണി കിട്ടിയാലും നമ്മൾ വീണ്ടും അത് ചെയ്തു നോക്കാം. കാരണം ആളുകളുടെ സാഹചര്യം കൊണ്ടാണെന്ന് പറയാം. നമ്മൾ കുറച്ചും കൂടെ ഇതില് വിശ്വാസം വന്ന പോലെ എനിക്ക് തോന്നുന്നത്, മനുഷ്യരെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു തോന്നല്. എന്റെ ഏറ്റവും എന്നെ ഉപദ്രവിക്കുന്ന ഒരാളെ എന്റെ മുമ്പിൽ പെട്ടാലേ നമ്മൾ ഒഴിഞ്ഞുമാറി പോകാണ് പൊതുവെ പതിയെ. ഞാൻ അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങോട്ട് ലോയും പറയും. അപ്പോ അയാൾ വീണ്ടും എന്നെ ഉപദ്രവിച്ചെങ്കിൽ 2ാമത് കാണുമ്പോൾ വീണ്ടും ഞാൻ മുസ്ലിം ആണെങ്കിൽ ചിലപ്പോൾ സലാം ചെല്ലും, അസ്സലാമു അലൈക്കും എന്ന് പറയും. ഈ 3ഉം 4ഉം തവണ അയാളോട് പറയുമ്പോൾ അയാൾ എന്നെ പേരിക്കും, ഈ മനുഷ്യന്റെ ഭ്രാന്താണെന്ന് തോന്നും. പക്ഷേ 5ാമത്തെ പ്രാവശ്യം അവൻ ചിന്തിക്കും, ഞാൻ ഇത്രയും ഉപദ്രവിച്ചിട്ടും ഇവൻ എന്നോട് വന്ന് ലോയും പറയുന്നുണ്ടല്ലോ, അത് മാറ്റേണ്ടതാണെന്ന് അയാൾ സ്വയം തോന്നും. ഇതൊക്കെ എവിടുന്ന് കിട്ടിയ സ്വഭാവമാണ്? അച്ഛനും അമ്മയൊക്കെ ആരായിരുന്നു? ഇത് ആരുടെ എവിടുന്ന് വന്ന സ്വഭാവ? ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ തന്നെ വന്നായിരിക്കും. പക്ഷെ ജീവിതം കുറെ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് ജീവിത അനുഭവങ്ങൾ നമ്മൾ നല്ല രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ എത്ര നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആക്കാൻ പറ്റും. നമ്മളെ എപ്പോഴും നമ്മളെ കുറവേ നോക്കുകയുള്ളൂ, നമ്മളെ വിഷമേ നോക്കുകയുള്ളൂ. അത് നോക്കാണ്ടേ നമ്മുടെ എന്താണ് നല്ലത്, എവിടെയാണ് പോസിറ്റീവ് ഉള്ളത്, അത് നോക്കിയിട്ട് അത് കവർ ചെയ്തു പോയാൽ നമ്മളൊന്ന് റിലാക്സ് ആവും, ചിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആർക്കും ചിരിക്കാൻ പറ്റും? എല്ലാവർക്കും പ്രയാസമാണ്. എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും. പ്രയാസം ചിന്തിച്ചിട്ട് താടിക്കൈ കൊടുത്തിരുന്ന ആള് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഈ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക മാത്രമല്ല, അത് അവരോട് കുറച്ചൊക്കെ സംസാരിക്കാനും സമയം കണ്ടെത്തും തോന്നുന്നു അല്ലേ, ഇടപഴകാൻ? പിന്നെ സംശയം, ഞാന് വയനാട് കുറെ വർഷങ്ങൾക്ക്, ഒരു 10-12 വർഷം മുമ്പേ വയനാട് ഒരു ആദിവാസി കോളനി, ആ കോളനിയിൽ അന്നേരം ഒരുപാട് ആൾ ക്ഷണിച്ചിട്ട് പോയതാ. അവിടുത്തെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ ഭക്ഷണ സാധനങ്ങൾ, ഒരു സദ്യ ആദ്യം ഒരുക്കി. അവര് ജീവിതത്തിൽ ആദ്യമായി സദ്യ കഴിക്കുന്നപ്പായിരുന്നു. സദ്യ എന്ന് പറയുന്നത് അറിയില്ല. അവര് നമ്മളെ കണ്ട ഉള്ളോട്ട് ഒളിഞ്ഞു പോകുന്ന ഈ കാട്ടുനായിക്ക എന്ന് പറഞ്ഞ പ്രത്യേക ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഇവര്. നമ്മള് മനുഷ്യരായി ജീവിക്കുന്നത് ആൾക്കാർ അടുത്ത് വന്നാൽ അവരൊന്നും കൂടും. കാട്ടിൽ ജീവിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല.
എന്നിട്ടും നമ്മൾ പറഞ്ഞ് അവരെ കുറെ ആളെ പഠിപ്പിക്കാൻ, അടുത്ത കുട്ടികളെ പഠിപ്പിക്കാൻ കാര്യങ്ങളും ഒക്കെ ചെയ്തു. അവരെ ഭാഷ ശരിക്കും വ്യക്തമായ മലയാളം ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ അവര് നമ്മളവിടെ പോയി സംസാരിക്കുമ്പോൾ ഓടി വരും. വൃദ്ധരായ ആള് പോലും നമ്മൾ വന്നിട്ട് വളരെ ലോയും പറഞ്ഞും സംസാരിക്കുകയും ചെയ്യും. അപ്പൊ ഇടപഴകുമ്പോഴാണല്ലോ ആൾക്കാർക്ക് അത് മനസ്സിലാവുക. അല്ലെങ്കിൽ അവര് പേടിയോടെ നമ്മളെ കാണുള്ളൂ. അപ്പൊ അവിടുത്തെ ആ കോളനിയിൽ അല്ല, അവർക്ക് ഡിഗ്രി വരെ എന്ത് പഠിച്ച കുട്ടികളായി ഞാനൊരു കാര്യം ചോദിക്കാം. അവർക്ക് എന്ത് ഭക്ഷണം കൊടുക്കുക? അവർക്ക് ഇഷ്ടമുള്ളതാണോ കൊടുക്കുക, അതോ നമ്മൾക്ക് ഇഷ്ടമുള്ളതാണോ കൊടുക്കുക? ഇവർക്ക് ഈ ഇല്ല, കോളനിയിൽ എന്താ നമ്മൾ ഭക്ഷണം? ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് എന്താണോ ഇഷ്ടം അതിൽ കൊടുക്കുന്നതല്ല നമുക്ക് നല്ലത്. ഉം. അവർക്ക് സദ്യ ചോറ് ഇഷ്ടമാണ്. അതേസമയത്ത് നമ്മളിവിടെ ചിലപ്പോൾ ബിരിയാണി ഇഷ്ടമെങ്കിൽ ബിരിയാണി വലിയ ഇഷ്ടമൊന്നുമല്ല. ഉം. പക്ഷെ അവർക്ക് ചോറും കറികളും ഒക്കെ ആയിട്ട് അല്ല, അവർക്ക് എന്ത് കൊടുക്കുമ്പോൾ തരം, അവരെ അവർക്ക് എങ്ങനെയാ കൊടുക്കുന്ന? പൈസ കൊടുക്കുവോ അതോ സാധനം കൊടുക്കുവോ? സാധനങ്ങള്? ഇല്ല, അത് ഒരുക്കി കൊടുക്കും. പൈസ കൊടുക്കലില്ല. ഉം. പൈസയുടെ ഇടപാടുകൾ വളരെ കുറവാ. ഉം. വളരെ കുറവാ. ഇപ്പൊ എത്രയോ വീടുകളിൽ നിന്നും, നല്ല വീടുകളിൽ നിന്ന് പോലും നമുക്ക് കണ്ടാൽ തോന്നൂല ആ വീട്ടിന് ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷെ നമ്മളെ വിളിച്ചു പറഞ്ഞ് സാറേ ഇവിടെ ഭക്ഷണ സാധനങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു ഘട്ടം വരുമ്പോ നമ്മള് ആ സാധനം കിറ്റായിട്ട് തന്നെ കൊണ്ട് കൊടുക്കല്. ആ സാധനം വാങ്ങി കൃത്യമായി അവർക്ക് എന്താ വേണ്ടത് ലിസ്റ്റ് വാട്സപ്പിൽ വാങ്ങി നോക്കി അത് വാങ്ങി പാക്ക് ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കും. പിന്നെ അവര് പൈസ നാണം കൊടുക്കൽ വലിയ കെടുത്തില്ലാന്ന് പ്രശ്നമാണ്. തോന്നുന്നില്ലേ? ഒരു തരത്തിലും അത് പബ്ലിസിറ്റി കൊടുക്കുക, ഇവരെ വെച്ച് ഇവരെ കരയിപ്പിക്കുക, അവരുടെ ദൈന്യത മുതലെടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യില്ല അല്ലേ? എനിക്ക് അതിൽ രണ്ട് അഭിപ്രായമുണ്ട്. അതിലെന്താന്ന് പറഞ്ഞാല് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില കേസുകൾക്ക് നമ്മൾ പണ്ട് കാലത്ത് വലിയ അസുഖം വന്നാൽ അങ്ങ് മരിച്ചു പോക്കേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ ഈ ക്രൗഡ് ഫണ്ടിങ് എന്ന് വന്നുകൊണ്ട് ചില ആൾ ജീവൻ രക്ഷപ്പെട്ട് പോകുമ്പോൾ ഈ പല ആൾക്കാർക്ക് ഒരു നോർമൽ വീഡിയോ അയച്ചാല് നമ്മൾ തന്നെ ഈ പറയുന്ന നമ്മൾ തന്നെ പൈസ ഇട്ട് കൊടുക്കൂല. അവർ കരഞ്ഞ് സങ്കടം കണ്ടാലേ നമ്മൾ ഇട്ട് കൊടുക്കും. ഈ മനുഷ്യരെ ഇത് കാണുകയും വേണം, കണ്ടെങ്കിൽ നമ്മളെ കുറ്റം പറയും. അപ്പൊ ഇങ്ങനെ നമ്മളൊക്കെ അവരെ കുറച്ചുകൂടെ കഠിന ധരിപ്പിച്ച് ഹൃദയരായോണ്ട് നമ്മളുടെ കരളലിയിക്കാൻ അത് ചിലപ്പോഴൊക്കെ ആവശ്യമാണല്ലേ? ചെയ്യും. അതാണ് സംഭവം. അതല്ലാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ക്രൗഡ് ഫണ്ടിങ്ങിന്റെ ആൾക്കാരൊക്കെ കുറെ നീറ്റായി കേട്ടോ. അവർ കൃത്യമായ കണക്ക് കാണിക്കാൻ തുടങ്ങി. പഴയ പോലെ ഒന്നല്ല. ഇപ്പൊ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട് ഇപ്പൊ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എല്ലാവർക്കും പൈസ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഒക്കെ ഇപ്പൊ നീറ്റായിട്ടുണ്ട്. അപ്പൊ എല്ലാവിധ നന്മകളും, ഇങ്ങനത്തെ നന്മയുടെ കഥകളൊക്കെ നമുക്ക് വീണ്ടും സംസാരിക്കാൻ പറ്റട്ടെ. മനുഷ്യ സ്നേഹത്തിന്റെ കഥ ശരി. പറയാൻ പറ്റട്ടെ. കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒക്കെ വലിയ സന്തോഷം. താങ്ക് യു. സന്തോഷം. സന്തോഷം.